2020 റിലീസായ മിഡ് നൈറ്റ് ഫാന്റസി എന്ന രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മിമിയെ കാണിച്ചുകൊണ്ടാണ്. മിമി അവളുടെ പേരൻസിന്റെ കൂടെ ഹോസ്റ്റലിൽ ചേരാനായി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് അവൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിന്ന് പഠിക്കാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ അങ്കലാപ്പും മിമിക്കുണ്ട്. മിമി ആള് ബേസിക്കലി ഒരു പേടിത്തൊണ്ടി ഇൻട്രോവേർട്ടും ഒക്കെയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ പിന്നെ പറയണോ, അമ്മ നീ ചുമ്മാ പേടിക്കാതെ, ഇപ്പൊ നീ വലുതായില്ലേ, ഇനിയിപ്പോ ഹോസ്റ്റലിലൊക്കെ നിക്കണം, എന്നാലേ കുറച്ചൊക്കെ നീ ഒന്ന് സ്മാർട്ട് ആവും എന്നൊക്കെ പറഞ്ഞ് അവളെ അകത്തേക്ക് പറഞ്ഞു വിടുമ്പോ, മോളെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, കുളിക്കണം, പല്ല് കഴിക്കണം എന്നിങ്ങനെ അച്ഛൻ അവിടെ കിടന്ന് അവളുടെ കാര്യം ഓർത്ത് ആവലാതിപ്പെടുമ്പോ അവള് കല്യാണം കഴിഞ്ഞ് പോകുന്നു അല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ ഉപദേശിക്കാൻ, അവള് ഹോസ്റ്റലിൽ നിൽക്കാൻ പോലെ, നിങ്ങൾ ചുമ്മാ കൊച്ചിനെ പേടിപ്പിക്കാതെ ഇങ്ങ് വാന്നും പറഞ്ഞ് അച്ഛനെ വിളിച്ചോണ്ട് പോകുന്നു. മിമി ആകട്ടെ ഹോസ്റ്റലിൽ എത്തിയ പാടെ വാർഡനോട് സംസാരിക്കുന്നു. പ്രേതത്തിന് വലിയ പേടിയാണ് മിമിക്ക്. അതുകൊണ്ട് തന്നെ മാഡം ഇവിടെ അങ്ങനെ പ്രേതവും ഭൂതവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത കഥ അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേന്ന് മുൻകൂറായിട്ട് ചോദിക്കുമ്പോ അത് കേട്ടോണ്ടിരുന്ന ഹോസ്റ്റൽ വാർഡന്റെ മകൻ, പേടിക്കേണ്ട ചേച്ചി, ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ആകെപ്പാടെ ഇവിടെ പേടിപ്പിക്കാനായിട്ട് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് വാർഡനിട്ടൊരു കൊട്ടു കൊടുക്കുമ്പോ പുള്ളിക്കാരി അവന്റെ തലക്കിട്ടൊരു തട്ട് കൊടുക്കുന്നു. അങ്ങനെ അന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് മിമിയുടെ റൂമിൽ അവള് മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്തെ റൂമില് താമസത്തിന് ആരും ഇല്ല എന്ന് അറിയുന്നുണ്ടെങ്കിലും അവിടെ എന്തൊക്കെയോ അനക്കങ്ങൾ കേൾക്കുന്ന അവൾ ആ മുറിയിൽ പ്രേതം ഉണ്ടെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. പേടിച്ചു വരച്ച് മിമി രാത്രി ഉറങ്ങാൻ പറ്റാതെ അവളുടെ ഫ്രണ്ട് ലിസയെ ഫോൺ ചെയ്യുന്നു. ലിസയാകട്ടെ സമാധാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും അവളെ പറഞ്ഞ് പേടിപ്പിക്കാണ്. നിന്റെ റൂം നമ്പർ 11 അല്ലേ, നമ്പർ 11 പ്രേതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്പറാ, ഇന്ന് രാത്രി നിന്നെ വന്ന് അവർ പിടിക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് അങ്ങ് പേടിപ്പിക്കുമ്പോ മിമിയുടെ നല്ല ജീവൻ പോകുന്നുണ്ട്. അവള് ഇവളെ വിളിച്ചത് ഏത് നേരത്താണോ എന്നുള്ള ആ ഒരു തോന്നൽ വന്ന് വേഗം കോള് കട്ട് ചെയ്യും. അവൾക്ക് ജനലിന്റെ അവിടേക്കൊക്കെ നോക്കുമ്പോ അവിടെ പ്രേതം നിൽക്കുന്ന കണക്ക് ഒരു ഫീല് വന്ന് ആകെ പേടിയാവുകയും ചെയ്യുന്നു. വേഗം തന്നെ പേടി മാറാനായി റേഡിയോ ഓൺ ആക്കുമ്പോ അതിലൊരു ഷോ കേൾക്കുന്നു. DJ ടൈറ്റാൻ എന്ന പേരുള്ള ഒരു RJയുടെ ഷോ ആണത്. അവൾ വേഗം തന്നെ ആരുടെയും ഒന്ന് സംസാരിച്ചിരുന്ന പേടി മാറുമെന്ന് കരുതി ആ ഒരു റേഡിയോ ഷോയിലേക്ക് വിളിച്ച് അതിൽ സംസാരിക്കുന്ന ടീം ഇതുപോലെ പ്രേതമുണ്ട്, പേടിയാവുന്നു എന്നൊക്കെ അവൾ പറയുമ്പോൾ ആ RJ അവൾക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്നു. അവന്റെ സംസാരമൊക്കെ കേട്ട് പേടി മാറുന്ന അവൾ അന്ന് രാത്രി മനസ്സമാധാനത്തിൽ ഉറങ്ങാനായി കിടക്കുമ്പോ ഇതുവരെ ആ ഒരു RJയെ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ ശബ്ദം മാത്രം കേട്ട് തോന്നിയ ആ ഒരു ഇഷ്ടം വെച്ച് അന്ന് രാത്രി അവനെ സ്വപ്നം കാണുന്ന പോലും ഉണ്ട്. മുഖമില്ലാതെ അവ്യക്തമായ ഒരു രൂപത്തിൽ അവൾ അവനെ സ്വപ്നം കാണുന്നു. എന്തായാലും അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെന്ന് ലൈബ്രറിയിൽ ഫ്രീ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ ഫ്രണ്ട് ലിസയോട് റേഡിയോയിലൂടെ താൻ സംസാരിച്ച RJയെ പറ്റിയെല്ലാം മിമി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വെളുപ്പിനെ ആ സമയത്ത് അങ്ങനെ ഒരു RJയോ, ഒരു ചാൻസും ഇല്ല, ചിലപ്പോ നീ സംസാരിച്ചത് ഏതെങ്കിലും പ്രേതത്തിനോടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് അപ്പോഴും ലിസ അവളെ പേടിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇവർക്കിടയിൽ നടക്കുന്ന ഈ സംഭാഷണമായിട്ട് അതേ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ കേൾക്കുന്നുണ്ട്. അവൻ എന്താണ് ഇവർ സംസാരിച്ചതെന്ന് വ്യക്തമായോ ഇല്ലയോ, എന്തായാലും ലൈബ്രറിയിൽ ഇരുന്ന് ഇവരിങ്ങനെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പതിയെ സംസാരിച്ചൂടെയെന്ന് അവൻ ചോദിക്കുമ്പോ മിമി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും അവളുടെ ഫ്രണ്ട് അതിൽ ഇടപെടുന്നുണ്ട്. അവൾ തിരിച്ച് നല്ലത് പറയുമ്പോ അവളോട് വഴക്കുണ്ടാക്കി ടാൻ അങ്ങ് പോകുന്നു. ഈ ടാൻ ആണ് കഴിഞ്ഞ ദിവസം റേഡിയോയിൽ ഷോ ചെയ്ത RJ ടൈറ്റാൻ എന്ന കാര്യം കഴിഞ്ഞ ദിവസം അവനോട് സംസാരിച്ച മിമിക്ക് പോലും അറിയില്ല. എന്തായാലും അവൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവനോട് ഈ സംഭാഷണമൊക്കെ കേട്ട് മാറി നിന്നിരുന്ന ഫ്രണ്ട്, ഏതാടാ പെമ്പിള്ളാരെന്ന് ചോദിക്കുമ്പോ, എനിക്കൊന്നും അറിയത്തില്ല, എന്തായാലും ഞാൻ ആ ലൈബ്രറിയുടെ ഒരു മൂലക്കിരുന്ന് ഉറങ്ങായിരുന്നു, അവള് ചുമ്മാ സംസാരിച്ച് എന്റെ ഉറക്കം കളഞ്ഞു, ഞാൻ ആ ഉറക്കം കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൻ അങ്ങ് മാറിപ്പോകുന്നു. എന്തായാലും അന്ന് തിരിച്ച് തന്റെ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞ അന്ന് രാത്രി അതേ സമയമാകുമ്പോ വീണ്ടും ആ റേഡിയോ ഷോയിലൊക്കെ അവൾ കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. നിനക്ക് തോന്നിയതായിരിക്കും വല്ല പ്രേതമായിരിക്കും നിന്നോട് ഫോണിലൂടെ സംസാരിച്ചത് എന്നൊക്കെ ലിസ പറഞ്ഞ് പേടിപ്പിച്ചതൊന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടിയായിട്ടാണ് അങ്ങനെ കണക്ട് ചെയ്യുന്നതെങ്കിലും ആ ഒരു ഷോയിൽ കണക്ട് ആവുമ്പോ കുറെ നേരം വന്ന് അവൾ RJയുമായി സംസാരിക്കുന്നു. അപ്പോഴും അവൾ അറിയുന്നില്ല അവൾ ലൈബ്രറിയിൽ വെച്ച് കണ്ട ആ പയ്യനാണ് ഈ RJ എന്നത്. എന്തായാലും അങ്ങനെ RJയെ പറ്റി ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ അവന്റെ ഫോട്ടോ ഒന്നും തന്നെ അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെത്തുന്നു. അന്നും ഒരുപാട് സംസാരിച്ച് ലേറ്റ് ആയിട്ടാണ് അവൾ ഉറങ്ങാനായി കിടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം കോളേജിലേക്ക് പോകുന്ന വഴി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അശ്രദ്ധമായി ക്രോസ് ചെയ്യാൻ പോയ മിമി അപകടത്തിൽ പെടേണ്ടതായിരുന്നു. പക്ഷെ അത് കാണുന്ന RJ ടാൻ ആണ് അവളെ സംരക്ഷിക്കുന്നത്. അവന്റെ പേര് ടാൻ എന്നാണെങ്കിലും അവന്റെ റേഡിയോ ജോക്കി ആയിട്ടുള്ള ആ ഒരു പേര് RJ ടൈറ്റാൻ എന്നാണ്. എന്തായാലും ആ ഒരു സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ വെച്ച് നടന്നതിന്റെ ബാക്കി വഴക്കാവുന്നു. അങ്ങനെ ഒരുവിധം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു അന്ന് പഠിക്കാനായി വന്നിരുന്നത്. അത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. രണ്ടുപേരും ഒരേ ബെഞ്ചിലിരുന്ന് അങ്ങനെ ഉറക്കം തൂങ്ങുമ്പോൾ
ടീച്ചർ കൈയോടെ പിടികൂടുകയും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. നീ എന്റെ അടുത്തിരുന്ന് ഉറക്കം തൂങ്ങിയതുകൊണ്ടാ ടീച്ചർ എന്നെ പിടിച്ചതെന്ന് മീമി അവനോട് കംപ്ലൈന്റ് പറയുമ്പോ, നീ ചുമ്മാ ഒരു അടക്കം ഒതുക്കം ഇല്ലാതെ കിടന്ന് ഊർക്കം വലിച്ചു ഉറങ്ങിയതുകൊണ്ടാ മിസ് ആ ശബ്ദം കേട്ട് എന്നെയും കൂടി പിടിച്ചതെന്ന് അവൻ അവളെയും കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ നേർക്ക് നേരെ കാണുമ്പോ രണ്ടുപേരും തമ്മിൽ അടിയാവുകയും നേർക്ക് നേരെ കാണാതെ ആൾ ആരാണെന്ന് അറിയാതെ സംസാരിക്കുന്ന സമയം ഭയങ്കരമായ ബോണ്ടിങ് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയും ആ ആർജെ നേരിൽ കണ്ട് അവന്റെ കൂടെ ഫോട്ടോ എടുക്കണം, അവന്റെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണം എന്നതൊക്കെയാണ് നമ്മുടെ മീമിയുടെ ആഗ്രഹങ്ങളായി അപ്പോഴേക്കും മാറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ സ്ഥിരമായി ആ ഒരു റേഡിയോ പ്രോഗ്രാമിലേക്ക് വിളിച്ച് അതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ആൻസറും കറക്റ്റായി നെറ്റിൽ സെർച്ച് ചെയ്താണെങ്കിലും അവൾ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അതിനുള്ള സമ്മാനമായി അവൾക്കൊരു സ്കാർഫ് ഗിഫ്റ്റ് കിട്ടുന്നു. അത് കളക്ട് ചെയ്യാനായി ആ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്തെങ്കിലും ആർജെ ഒന്ന് കാണാമെന്ന് അവൾ കരുതുന്നുണ്ടെങ്കിലും അവൻ അവളുടെ മുന്നിൽ പോവാതെ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. ഇത് കാണുന്ന അവിടെ അവന്റെ കൊളീഗ്, എന്തിനാടാ നീ ഇങ്ങനെ ജാട കാണിക്കുന്നത്? ആകെപ്പാടെ വെളുപ്പിനെയുള്ള നിന്റെ ഷോയില് ആ കൊച്ചു മാത്രം സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത്. അതിന്റെ അടുത്ത് മുഖം കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട കാര്യമുണ്ടോ എന്നല്ല കൊളീഗ് ചോദിക്കുമ്പോ, എന്റെ ഒരു ഫോട്ടോ പോലും ഞാൻ എവിടെ റിവീൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മുഖമൊന്നും അങ്ങനെ കാണിക്കാനായിട്ട് എന്തോ ഒരു താല്പര്യമില്ലാന്ന് അവൻ ഓപ്പണായി പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ക്ലാസ്സിന് പോകുമ്പോ രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ട്. ഇവർ ഇത്തവണയും ഒന്നിച്ചിരുന്ന് ഉറക്കം തൂങ്ങുമ്പോ ടീച്ചർ അവർക്ക് പണിഷ്മെന്റായി ഒരു പ്രോജക്ട് ചെയ്യാനായി കൊടുക്കുന്നു. ആ സമയത്ത് അറിയാതെ ക്യാൻഡി ഒരു ബുക്ക് മീമിയുടെ ബാഗിലായിട്ടുണ്ടായിരുന്നു. അത് വേണോന്ന് പറഞ്ഞ് അവൻ അവളുടെ പുറകെ ചെല്ലുമ്പോ അപ്പോഴേക്കും ലിസ, നീയും അവനും എപ്പോഴും ഇപ്പൊ പണിഷ്മെന്റ് വാങ്ങുന്നുണ്ടല്ലോ, എനിക്കെന്തോ അവന് നിന്നോടൊരു താല്പര്യമുള്ള കണക്കാണ് തോന്നുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ലൈബ്രറിയിൽ വെച്ചും അതിനുശേഷം ഒക്കെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു കൂട്ടിമുട്ടലും കണ്ടുമുട്ടലും ഒക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് ലിസ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ ബുക്ക് വേണം, എന്റെ ബുക്ക് നിന്റെ ബാഗിലായി പോയി എന്ന് പറഞ്ഞ് ബുക്ക് ചോദിച്ചു വരുന്നത്. ഇവന് തന്നെ ശരിക്കും ഇഷ്ടമാണോന്ന് അത് കേട്ട് പേടിച്ച് വേഗം തന്നെ അവള് എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം പൊക്കോന്നും പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്യാനായി ബാഗ് തുറന്ന് കാണിക്കുമ്പോൾ ബാഗിനകത്തുണ്ടായിരുന്ന അവൾക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയ സ്കാർഫ് അവൻ കാണുന്നു. അത് കാണുമ്പോഴേ ഈ സ്കാർഫ് എങ്ങനെ നിന്റെ കയ്യിൽ വന്നത് എന്നവൻ ചോദിക്കുന്ന സമയത്ത്, ഇതെന്റെ ഫേവറേറ്റ് ആർജെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത, അനിപ്പോ എന്താ ചുമ്മാ ആവശ്യമില്ലാത്തത് നോക്കാതെ ബുക്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോകാനായി പറഞ്ഞു അവൾ ജാടയിൽ നിൽക്കുമ്പോഴാണ് അവൻ ആ സത്യം തിരിച്ചറിയുന്നത്. തന്നോട് റേഡിയോയിലൂടെ സംസാരിക്കുന്ന തന്റെ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ആ പെൺകുട്ടി ഈ മീമിയാണെന്ന കാര്യം. എന്തായാലും ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ അവൻ പിന്നീട് മീമിയെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവൾ വിളിക്കുമ്പോഴൊന്നും റേഡിയോയിൽ കോൾ അറ്റൻഡ് ചെയ്യാതെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വിടാനായി നോക്കുന്നുണ്ടെങ്കിലും അവൾ കാര്യം മനസ്സിലാക്കാതെ അവൻ ഇഗ്നോർ ചെയ്യാണെന്ന് അറിയാതെ തുടരെ വിളിച്ച് കോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. ഇതേ ടീം അവന്റെ ഒരു ടാഗ് അവളുടെ ബാഗിലായി പോയിട്ടുണ്ടായിരുന്നു. ആ ടാഗ് അവന്റെ ഫ്രണ്ട് മരണപ്പെട്ട സമയത്ത് ആ ബോഡിയിൽ വെച്ചിരുന്ന ടാഗാണ്. ഫ്രണ്ടിന്റെ ഓർമ്മയ്ക്കായി അവനത് കയ്യിൽ കൊണ്ട് നടന്നതായിരുന്നു. ഇത് ആരുടെ ടാഗാണ്, ഇത് എങ്ങനെയാണ് തന്റെ ബാഗിലായതെന്ന് അറിയാതെ ഡെഡ് ബോഡിയിൽ വെക്കുന്ന ടാഗാണ് അതെന്ന് അറിയുന്ന അവൾ വേഗം തന്നെ അത് തന്റെ ബാഗിൽ കണ്ടപ്പോൾ എടുത്ത് പേടിച്ച് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തന്റെ ടാഗ് അവളുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുന്ന അവൻ ക്ലാസ്സിൽ വെച്ച് അവളോട് ആ കാര്യത്തെ പറ്റി പറഞ്ഞ് വീണ്ടും വഴക്കാവുമ്പോ, എന്റെ കയ്യിലെങ്ങും അതില്ല, അതൊക്കെ ഞാൻ എടുത്ത് എറിഞ്ഞു, ഞാനെന്തിനാ അങ്ങനത്തെ ടാഗൊക്കെ കയ്യിൽ സൂക്ഷിക്കുന്ന, പേടിച്ചിട്ട് എടുത്ത് കളഞ്ഞെന്നെല്ലാം പറഞ്ഞ് അവൾ സംസാരിക്കുന്നുണ്ടെങ്കിലും നാളെ തന്നെ എന്റെ ടാഗ് കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നീ വിവരം അറിയുന്നു പറഞ്ഞ് അവൻ അവളോട് ദേഷ്യപ്പെടാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഹോസ്റ്റലിലാക്കിയിരിക്കുന്ന മകൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഉണ്ടോ എന്ന് അറിയാനായി മീമിയുടെ അച്ഛൻ ഹോസ്റ്റലിന് അവിടേക്ക് പമ്മി വരുന്നു. ആദ്യം കള്ളനാണെന്ന് കരുതി വാർഡൻ പുള്ളിക്കാരനെ അടിക്കാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും പിന്നീടാണ് ഇത് മീമിയുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്നത്. അച്ഛൻ എങ്ങനെയുണ്ട് മോള്, അവള് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പാതിരാത്രിയിൽ അവളുടെ റൂമിൽ നിന്ന് ലൈറ്റൊക്കെ ഓൺ ആക്കി ഇട്ടിരിക്കുന്നത് കാണാം. പിന്നെ ആരോടോ ഫോണിൽ കുശുകുശുക്കുന്ന ശബ്ദവും കേൾക്കാം. പ്രായം ഇതല്ലേ, വല്ല ലൈനും കാണുമെന്നൊക്കെ പറഞ്ഞ് വാർഡൻ സംസാരിക്കുമ്പോൾ അച്ഛൻ അറിയുന്നില്ലല്ലോ മോൾ ഒരു റേഡിയോ ഷോയിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ വാർഡൻ തെറ്റിദ്ധരിച്ച് അവൾക്ക് ഏതോ ലൈൻ ഉണ്ട്, പുള്ളിക്കാരനോടാണ് അവൾ സംസാരിക്കുന്നത് എന്ന രീതിയിൽ പറയുന്നതെന്ന്. അങ്ങനെ ഈ കാര്യം അറിയുന്ന അച്ഛൻ അതിനെപ്പറ്റി മീമിയോട് നേരിട്ട് ചോദിക്കാതെ അമ്മയോടും പറയുന്നു. അമ്മയോടും അവൾക്ക് ഏതോ ലൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പ്രോജക്റ്റ് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ചെയ്യാനായി പണിഷ്മെന്റ് ആയി ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾക്ക് ടാനും മീമിയും ഒന്നിച്ചൊരു തിയേറ്ററിലേക്ക് പോകുന്നു. ഒരു ഡോക്യുമെന്ററി ഫിലിം കണ്ട് അതിന്റെ പ്രോജക്റ്റ് ആണ് അവർക്കിപ്പോ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവൻ പതിവ് പോലെ തന്നെ ലേറ്റ് നൈറ്റ് ആയിട്ട് റേഡിയോയിൽ ഷോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോ ഇരുന്ന് ഉറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഉറങ്ങാതെ തന്നെ അവന്റെ അടുത്തിരിക്കുന്ന മീമി ഒരു ദിവാസ്വപ്നം കാണാണ്. അവൾ കാണുന്നത് അവളുടെ ഫേവറേറ്റ്, അവൾക്ക് ആരാണ് എന്താണ് എന്നൊന്നും മുഖം അറിയാത്ത ആ റേഡിയോ ജോക്കി. പക്ഷെ ഇത്തവണ
കുറച്ച് കഴിയുമ്പോൾ അവൾ ആ റേഡിയോ ജോക്കിയുടെ മുഖം സ്വപ്നത്തിൽ കാണുന്നു. പക്ഷെ ആ മുഖം ടാനിന്റെ മുഖമാണെന്ന് കാണുന്ന അവള് അയ്യോ ഇവന്റെ മോന്തിട്ടുണ്ട് ഞാൻ സ്വപ്നം കാണുന്നതെന്നുള്ള കലിപ്പില് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി നോക്കുമ്പോൾ ബാഗിന്റെ വള്ളി സീറ്റിന്റെ ഹാൻഡിലിൽ കുടുങ്ങി അവൾ പിറകോട്ടാഞ്ഞ് അവന്റെ മടിയിൽ വീഴുന്നു. അയ്യോന്ന് ഓർത്ത് വീണ്ടും എഴുന്നേറ്റ് പോകാനായി നോക്കുമ്പോൾ വീണ്ടും അവന്റെ മടി വീഴാണ്. അപ്പോഴേക്കും ഉറങ്ങുകയായിരുന്ന അവൻ ഉണരുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കൊച്ച് അവന്റെ അച്ഛനെയും അമ്മയും കാണാതെ വിഷമിച്ച് പേടിച്ച് കരഞ്ഞു നിൽക്കുന്നത് കണ്ട് അവരാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ പയ്യനെ കാണുമ്പോൾ തനിക്ക് തന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു എന്ന് ടാൻ പറയുന്നു. കാരണം കുട്ടിക്കാലത്ത് അവൻ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതാണ്. ഈ പയ്യന് അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിലും അവന്റെ അച്ഛനും അമ്മയും അവന് പിന്നീട് കാണാനേ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പേടി തോന്നും ഇടയ്ക്കൊക്കെ, പക്ഷെ ഒറ്റയ്ക്കുള്ള ഈ ജീവിതം രസമാന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിക്കുകയും കൂട്ടത്തിൽ തനിക്ക് വിശക്കുന്നു എന്ന് മീമി പറയുമ്പോൾ കയ്യിലുള്ള സ്നാക്സ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അത് അവന്റെ ഫേവറേറ്റ് സ്നാക്സ് ആണെന്ന് അവൻ പറയുന്ന ടൈം അവൾക്ക് പെട്ടെന്ന് ആർജയെ ഓർമ്മ വരുന്നു. കാരണം ആർജയ്ക്കും ഈ സ്നാക്സ് ഫേവറേറ്റ് ആണെന്ന് അവൾക്കറിയാം. കൂടാതെ ഇവനോട് സംസാരിച്ചിരിക്കുന്ന സമയം ഇപ്പോൾ തങ്ങളുടെ മകൾ പ്രണയത്തിലാണോ എന്ന് ഡൗട്ടുള്ള മീമിയുടെ അച്ഛൻ അവളെ അന്വേഷിച്ച് അമ്മയുമായി അവിടേക്ക് എത്തുന്നുണ്ട്. ആരടി ഈ പയ്യനെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് അച്ഛൻ, ഞങ്ങൾ ഒന്നിച്ച് പ്രോജക്ട് ചെയ്യാൻ വന്നതാണെന്ന് അവള് പറയുമ്പോൾ അച്ഛന് വീണ്ടും ഡൗട്ട്. എന്റെ പൊന്നങ്കിളെ സത്യമായിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു പ്രണയമല്ല, അങ്ങളുടെ മോളുടെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ എനിക്ക് പ്രണയിക്കാനും കഴിയില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ഇന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് അവളെ സത്യം പറയാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ, അവള് പറയുന്നില്ല ഫ്രണ്ട് ആ പ്രോജക്ട് ചെയ്യാൻ പോയതാന്ന്. പിന്നെ ഇതിങ്ങനെ കുത്തി ചോദിക്കുന്നതെന്ന് അമ്മ ഇഷ്ടപ്പെടാതെ ചോദിക്കുമ്പോൾ പണ്ട് നീ എന്റെ കൂടെ കറങ്ങാൻ വരുന്ന സമയത്ത് നിന്റെ അപ്പൻ ചോദിക്കുമ്പോഴും പ്രോജക്ട് ചെയ്യാൻ പോവാണെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് നീ മറക്കണ്ടാന്ന് ഇവരുടേത് ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് അച്ഛൻ അമ്മയോട് പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം പ്രോജക്ട് ചെയ്യാനായി ടാനിനെ കാണാനായി അവൾ പോകുന്നുണ്ട്. ആ സമയം അവളെ ഡ്രോപ്പ് ചെയ്യുന്നത് അവൾക്ക് പരിചയമുള്ള ഒരു പയ്യനാണ്. അവന്റെ പേര് പ്രിൻസ് എന്നാണ്. പ്രിൻസ് ടാനിനെ കാണാനായിട്ടാണ് മീമി ഇപ്പൊ ചെല്ലുന്നതെന്ന് കാണുമ്പോഴേ ഇവൻ അത്ര നല്ല സ്വഭാവമുള്ള ഒരുത്തനൊന്നുമല്ല, ഇവനോട് കൂട്ടൊന്നും കൂടണ്ടെന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ കൂടെ സംസാരിച്ചപ്പോ പ്രോജക്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ബാഗിൽ ഈ റേഡിയോ ചോക്കികൾ കൂടുതലായി യൂസ് ചെയ്യുന്ന കണക്ക് ഒരു ഹെഡ്സെറ്റ് ഇരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഡൗട്ട് വരുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഒന്ന്, താൻ പഠിക്കുന്ന അതേ സ്ഥാപനത്തിൽ തന്നെയാണ് ഈ ആർജ് പഠിക്കുന്നത് എന്ന കാര്യം അവൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തേത്, അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ലിസയും ടാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാക്സും തമ്മിൽ പ്രണയത്തിലാവുന്നു. അങ്ങനെ ഒരു ദിവസം ആർജയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായി അവന് വളരെയധികം ഇഷ്ടമുള്ള ഒരു ആക്ടറിന്റെ ഓട്ടോഗ്രാഫ് മുന്നൊരിക്കൽ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ആക്ടർ തന്നെയാണ് ഇവന്റെ ഫേവറേറ്റ് എന്ന് കാണുമ്പോൾ ഓട്ടോഗ്രാഫ് താൻ കൈമാറാമെന്നും അത് സ്കൂൾ ലൈബ്രറിയിലെ ഈ റാക്കിലെ ഈ ബുക്കിനകത്ത് ഞാൻ വെച്ചേക്കാമെന്നും വന്ന് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ ലൈബ്രറിയിൽ ആ ബുക്കിൽ കൊണ്ടേ അത് വെക്കുന്നതൊക്കെ തന്നെ അവൾ മുൻകൂട്ടി പറഞ്ഞത് പ്രകാരം അത് എടുക്കാനായി അങ്ങോട്ടേക്ക് എത്തുന്ന ടാൻ കാണുന്നുണ്ട്. പക്ഷെ അവൻ ആദ്യം അടുത്തേക്ക് ചെന്നത് എടുക്കാൻ ഒരു മടി. കാരണം ഇപ്പൊ ചെല്ലുമ്പോൾ ആരാണ് ആർജെ എന്ന് അറിയാനായി അവൾ അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണല്ലോ. കുറെ നേരം അവൻ അടുത്ത് പോതെ അവൾ എഴുന്നേറ്റ് പോയിട്ട് അത് എടുക്കാം എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ എപ്പോഴെങ്കിലും പോകുന്നില്ല എന്ന് തോന്നുന്നവന് അത് എടുക്കാനായിട്ട് ഭയങ്കരമായ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾ അറിയുന്നെങ്കിൽ അറിയട്ടെ, ഞാനാണ് ആർജെ എന്തായാലും അവൾ അറിയേണ്ടല്ലേ എന്ന് കരുതി അത് എടുക്കാനായി അടുത്തേക്ക് പോകുന്ന സമയത്ത് അവനെ കാണുന്നവള് നീ എന്തിനാ ബുക്ക് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും താനാണ് ആർജെ എന്ന് അറിഞ്ഞാല് അവൾക്ക് ചിലപ്പോൾ തീരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അവൾക്ക് തന്നോട് അത്രയും ഇഷ്ടക്കേടുണ്ടെന്ന് തോന്നുന്നവൻ ഞാൻ ചുമ്മാ ഈ ബുക്ക് വായിക്കാനായിട്ട് എടുത്തതാ, ശരി എടുക്കുന്നില്ല തിരിച്ചു വെച്ചേക്കാന്ന് പറഞ്ഞ് അവൻ അത് അവിടെ വെച്ചിട്ട് പോകുന്നു. അവൾ അങ്ങനെ ഏറെ നേരം ആർജെ വരുന്നത് നോക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും ആരും വന്നുമില്ല, അത് എടുത്തുമില്ല. അങ്ങനെ അത് എടുക്കാൻ വരാഞ്ഞത് കൊണ്ട് തന്നെ അടുത്ത ദിവസം റേഡിയോ സ്റ്റേഷനിലേക്ക് നേരിട്ട് ചെന്ന് ആർജയ്ക്ക് നേരിട്ട് കൊടുക്കാനായി അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവൻ വിളിച്ചാൽ വരില്ല എന്നറിയാവുന്നത് കൊണ്ട് അവിടെയുള്ള മറ്റൊരു സ്റ്റാഫിന്റെ കയ്യിൽ ആർജയ്ക്ക് കൊടുക്കാനായി അത് കൊടുത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് അവൾക്ക് അപ്പോഴും വല്ലാത്ത ഒരു ഫീല് വരുന്നുണ്ട്, ഈ ആർജെ ടാൻ ആയിരിക്കുമോ എന്ന്. കാരണം കഴിഞ്ഞ ദിവസം ആർജെ റേഡിയോയിലൂടെ മരണപ്പെട്ട സുഹൃത്തിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സുഹൃത്താണ് റേഡിയോ ജോക്കി ആവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും ഈവൻ ഈ ആർജെ പോലും ഇയാൾ ആർജെ ആവുന്നതിന് മുന്നേ ആ ഒരു ടൈമിൽ ഈ ഫീൽഡിലേക്ക് വരാനേ ഒരുപാട് നിർബന്ധിച്ചിരുന്നതൊക്കെ. പക്ഷെ ആ സുഹൃത്ത് മരിച്ച ശേഷം അവൻ ആഗ്രഹിച്ചിരുന്ന കണക്ക് ഇപ്പൊ അവന്റെ ആത്മശാന്തിക്കും അവന്റെ ആത്മാവിന്റെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി താൻ മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആർജെ ഷോ ചെയ്ത ആ സമയം തന്നെ ടാൻ എന്ന് ക്ലാസ്സിൽ വരാതെ മരിച്ച ഏതോ ഫ്രണ്ടിന്റെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് അവിടെ പോയിരിക്കുകയായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞതും മരിച്ച ഫ്രണ്ടിന്റെ ടാഗ് അവൻ കയ്യിൽ കൊണ്ട് നടന്നതും ഒക്കെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ടാനിനെയും താൻ കാണാത്ത ആർജയെയും കൂട്ടി വായിക്കുന്ന പല കാര്യങ്ങളും അവൾ ഇപ്പൊ ഓർത്തെടുക്കുന്നു. അതൊക്കെ നോക്കുമ്പോൾ രണ്ടുപേരും ഒരാളാണ് എന്ന് ഉറപ്പിക്കുന്ന അവൾ അത് മറച്ചു വെക്കാതെ നേരിട്ട് അവന്റെ മുന്നിൽ അവൾ മനസ്സിലാക്കി എന്നത് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ പ്രതീക്ഷ
ഇത്രയും വലിയ മോശമായ റെസ്പോൺസ് അവളിൽ നിന്ന് ലഭിക്കുന്നില്ല. അവൾ വളരെ കാര്യമായി അവനോട് സംസാരിക്കുന്നു. എന്നിരുന്നാലും ആ ആർജെ ആണ് ഇവനെന്ന് ആദ്യം മനസ്സിലാക്കിയ സമയത്ത് താൻ ആകെ ഷോക്കായി പോയിരുന്നു എന്നതും അവൾ അവനോട് ഓപ്പണായി പറയുന്നു. അങ്ങനെ അവൻ ആ സമയത്ത് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവളും ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് അവരങ്ങനെ പ്രണയിക്കാനായി ആരംഭിച്ചെങ്കിലും അതോടുകൂടി പ്രശ്നങ്ങളും ആരംഭിക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു ആർജെ അവളുടെ ജസ്റ്റ് ഒരു ഫോൺ വഴി അറിയാവുന്ന ആള് മാത്രമല്ല, അവളുടെ ബോയ് ഫ്രണ്ട് ആയ ടാൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ മുന്നേ കണ്ടിരുന്ന ആ ഒരു നല്ല രീതിയിൽ സ്വീറ്റ് ആയി എപ്പോഴും അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആർജെ വെച്ചും ഈ ടാനിനെ വെച്ചും അവൾക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാനും കമ്പയർ ചെയ്യാനും ഒന്നും അങ്ങോട്ട് സാധിക്കുന്നില്ല. ടാൻ അവളോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാൽ ദേഷ്യപ്പെടുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റേഡിയോ സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കോൺടെസ്റ്റ് നടത്തുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആണ് അവനെന്ന അധികാരത്തിൽ അവൾ അതിന്റെ സമ്മാനമൊക്കെ അടിച്ചെടുക്കാനായി നോക്കുമ്പോൾ അവൻ അവളെ സെലക്ട് ചെയ്ത് തന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ അവള് സന്തോഷിക്കട്ടെ, സമ്മാനം അവൾക്ക് തന്നെ കൊടുത്തേക്ക് എന്ന കൺസിഡറേഷനിൽ അവളെ അങ്ങനെ കോൺടെസ്റ്റിൽ സെലക്ട് ചെയ്യാതെ മറ്റാൾക്കാരെ സെലക്ട് ചെയ്യുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ ഇവർക്കിടയിൽ ഓരോ പ്രശ്നങ്ങളായി വരുന്നുണ്ട്. ഇവനിപ്പോ എന്നോട് എന്ത് ഇങ്ങനെ എപ്പോഴും സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത്, എന്റെ ആർജെ എന്നോട് എന്ത് കാര്യമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ആളാണെന്നൊക്കെ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അവനെ പറ്റി തോന്നുകയും ആ കാര്യം അവൾ ഓപ്പണായി അവനോട് പറയുകയും ചെയ്യുന്നു. എനിക്ക് നിന്നെ ഇങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല, എനിക്ക് ആ ആർജെ ആയിരുന്നു ഇഷ്ടം, പക്ഷെ ആ ആർജെ എന്റെ ബോയ് ഫ്രണ്ടായി മാറിയപ്പോൾ ആള് വളരെ മാറി കണക്ക് എനിക്ക് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ മാക്സ് അവളെ കണ്ട് സംസാരിക്കുന്നു. മാക്സും ഇതേ സ്ഥാപനത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ടാനും അവളും റിലേഷൻഷിപ്പിലായതും പിന്നീട് പ്രശ്നങ്ങളായതും അറിയുന്നവൻ ടാനും ഞാനും മരണപ്പെട്ട ഞങ്ങളുടെ ഒരു സുഹൃത്തുമായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. ആർജെ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞങ്ങളുടെ ആ സുഹൃത്ത് മരിച്ചത് ഒരു ആക്സിഡന്റിലാണ്. അന്ന് ആ ആക്സിഡന്റ് പറ്റുന്ന ആ ഒരു സമയം താനും ഫ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് അപകടം സംഭവിക്കില്ലായിരുന്നു, അവൻ ഇപ്പോഴും ജീവനോടെ കൂടെ ഉണ്ടായിരുന്നേനെ എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ വളരെയധികം ഉണ്ട്. ആക്ച്വലി അന്ന് അവൻ ഫ്രണ്ടിന്റെ കൂടെ പോകാനിരുന്ന ഞാൻ അവനെ വേറൊരു ആവശ്യത്തിന് കൂടെ വിടാതിരുന്നത്. അതുകൊണ്ട് അതിന്റെ കലിപ്പാണ് അവൻ എന്നോട് കാണിക്കുന്നത്. അവൻ എന്നോട് ദേഷ്യം കാണിക്കുമ്പോൾ ഞാനും തിരിച്ച് ആ രീതിയിൽ അവനോട് പെരുമാറുന്നേ ഉള്ളൂ. അല്ലാതെ അവൻ ആള് വളരെ പാവമാണ്. കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്നവരെയൊക്കെ അവൻ ഏതറ്റം വരെയും ചേർത്ത് നിർത്തും. അവൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നീ സേഫ് ആയിട്ടിരിക്കണം എന്നിങ്ങനെയുള്ള പൊസസീവ്നെസ് ഒക്കെ കൊണ്ട് മാത്രമാണെന്നെല്ലാം പറഞ്ഞ് മാക്സ് അവളെ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചെടുക്കുന്നു. ആ സമയത്താണ് അവൾ സമ്മാനം അടിച്ചെടുക്കാൻ നോക്കിയ ആ കോൺടെസ്റ്റില് രാത്രി ഒരു ഗോസ്റ്റ് തീംഡ് പാർട്ടിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ആണ് സമ്മാനമായി കൊടുക്കുന്നതെന്നും ആ രാത്രി സമയത്ത് താൻ അവിടേക്ക് ചെന്ന് വല്ല അപകടവും പറ്റാതിരിക്കാനും പ്രേതത്തെ വളരെയധികം പേടിയുള്ള താൻ ആ ഒരു സ്ഥലത്ത് ചെന്ന് പേടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് അവൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് അതിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കിയതെന്ന് അത് മനസ്സിലാക്കുന്ന അവൾ വേഗം തന്നെ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുന്നു. അവിടെ അവനെ കണ്ടപാടെ തന്നെ വിഷമിപ്പിച്ചതിനും വഴക്കിട്ടതിനും മനസ്സിലാക്കാതെ പെരുമാറിയതിനും അവൾ സോറി ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിനക്ക് പേടിയാവുന്നില്ലേ എന്ന് അവൻ ചോദിക്കുന്ന സമയം ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ലൈഫിൽ വലിയ നഷ്ടം ഉണ്ടാവും തോന്നിയതുകൊണ്ട് അവന്റെ സ്നേഹം തന്റെ പേടിയേക്കാൾ വലുതാണെന്ന് മനസ്സിലായതുകൊണ്ട് തനിക്കൊരു പേടിയും വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവനോട് സംസാരിച്ച് പിണക്കങ്ങളൊക്കെ മാറ്റുന്നു. ഒപ്പം തന്നെ മാക്സ് അവനെ എത്ര നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്ന കാര്യങ്ങളും തങ്ങൾക്കിടയിൽ ഇപ്പൊ ഉണ്ടായ തെറ്റിദ്ധാരണ കണക്കാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന കാര്യങ്ങളും അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി അവന്റെ ലൈഫിൽ അകന്നു പോയിട്ടുണ്ടായിരുന്ന നല്ലൊരു സുഹൃത്തിനെയും ഒപ്പം നിസ്സാര പ്രശ്നങ്ങൾ കാരണം നഷ്ടപ്പെടേണ്ടിയിരുന്ന മീമിയുടെ പ്രണയത്തെയും ടാനിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി തന്റെ പഠനവും തന്റെ ഫ്രണ്ട്ഷിപ്പും തന്റെ പ്രണയവും തന്റെ റേഡിയോ ജോക്കിയായുള്ള ആ ഒരു കരിയറും ഒക്കെ തന്നെ ടാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഹാപ്പിയായി എല്ലാവരും ഒന്നിച്ചുള്ളതും കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.